ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ റിസർച്ചേഴ്സ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ഇഷ്യൂ ആണ് ഫണ്ടിങ്. ഇന്ത്യയിൽ റിസർച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ടിങ് ഒന്നും കിട്ടുന്നില്ല. കുറച്ച് പേർക്കൊക്കെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ ഫണ്ടിങ് കിട്ടുന്നുണ്ടെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിൽ റിസർച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ടിങ് കിട്ടുന്നില്ല. ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്കവരും റിസർച്ചിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും റിസർച്ച് വിട്ടിട്ട് അത്യാവശ്യം കാശ് കിട്ടുന്ന ജോലികളിലോട്ടൊക്കെ സാധാ ജോലികളിലോട്ടൊക്കെ പോകുന്നത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ ഫണ്ടില്ലാത്തത് കൊണ്ട് തന്നെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ചേഴ്സ് ആണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കാണിച്ചു വെക്കും. സോ ഫണ്ടിങ് ഒരു വലിയ ഇഷ്യൂ ആണ്. സെക്കൻഡ് ഇഷ്യൂ ആണ് റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്യുപ്മെൻറ്റ്. ഇന്ത്യയിലെ മിക്ക റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ല. നല്ല രീതിയിലുള്ള ലാബ് വേണം, നല്ല രീതിയിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, നല്ല ഡേറ്റാബേസ് ആക്സസ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റിസർച്ച് നടത്താൻ പറ്റുള്ളൂ. അതിന് പറ്റിയൊരു ഇൻഫ്രാസ്ട്രക്ചർ മിക്ക സെൻറ്റേഴ്സിലും ഇല്ലെന്നുള്ളത് ഒരു വലിയ ഇഷ്യൂ ആണ്. നെക്സ്റ്റ് ഇഷ്യൂ ആണ് സയൻറ്റിഫിക് ട്രെയിനിങ് ആൻഡ് മെൻറ്റർഷിപ്പ്. മിക്ക റിസർച്ചേഴ്സിനും എങ്ങനെ റിസർച്ച് ചെയ്യണം, എന്തൊക്കെയാണ് കറക്റ്റായിട്ടുള്ള സ്റ്റെപ്സ് എന്നുള്ള ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു മെൻറ്റർഷിപ്പ്, ഒരു ഗൈഡൻസ് ഒന്നും കിട്ടുന്നില്ല. അത് കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ ആരെങ്കിലുമൊക്കെ പണ്ട് ചെയ്തു വെച്ച തെറ്റായ രീതിയിലൂടെ തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ റിസർച്ച് ഒരുപാട് അപ്ഡേറ്റഡായി, അവിടെ നിന്ന് നല്ല ക്വാളിറ്റി വർക്ക് വരുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും മെൻറ്റർഷിപ്പും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഔട്ട്ഡേറ്റഡ് ടെക്നിക്സ് വെച്ചിട്ടാണ് ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ഇഷ്യൂ ആണ് കൊളാബറേഷൻ ആൻഡ് നെറ്റ്വർക്കിങ്. ഇന്ത്യൻ റിസർച്ചേഴ്സിന് എബ്രോഡിലുള്ള റിസർച്ചുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതിനുള്ള ആ ഒരു സപ്പോർട്ടും പ്രൊമോഷനും ഒന്നും മിക്ക റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഉണ്ടാവുന്നില്ല. സോ നമ്മൾ ഫോറിനേഴ്സുമായിട്ട് ചേർന്ന് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ആ ഒരു വർക്കിന് ഇച്ചിരിയും കൂടെ ഒരു ഇൻ്റർനാഷണൽ വാല്യൂ ഒക്കെ വരും. പക്ഷേ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല. അതും വലിയൊരു ഇഷ്യൂ ആണ്. നെക്സ്റ്റ് ഇഷ്യൂ ആണ് പബ്ലിക്കേഷൻ ചലഞ്ചസ് രണ്ട് രീതിയിൽ വരും. ഒന്ന്, ഇന്ത്യൻ റിസർച്ചേഴ്സിന് നല്ല ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ആവശ്യകത അറിയില്ല, അതെങ്ങനെ പബ്ലിഷ് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെ ഒരു നല്ല ആർട്ടിക്കിൾ എഴുതണമെന്നറിയത്തില്ല. അതൊക്കെ വളരെ വലിയൊരു ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് PhD ഒക്കെ എടുക്കണമെങ്കിൽ ഒരു പബ്ലിക്കേഷൻ നിർബന്ധമാണ്. സോ അങ്ങനെ ഒരു നിർബന്ധം വരുമ്പോഴത്തേക്കും അവരെവിടെയെങ്കിലും കൊണ്ടുപോയി പബ്ലിഷ് ചെയ്യും. നല്ല വർക്കായിരിക്കും, പക്ഷേ പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യും. സോ നല്ലൊരു ആർട്ടിക്കിളിൽ നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്ത് അതിന് നല്ല റീഡേഴ്സിനെയൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലോട്ട് ഇന്ത്യൻ റിസർച്ചേഴ്സ് ഇനിയും വളർന്നിട്ടില്ല. നെക്സ്റ്റ് ഒരു ഇഷ്യൂ ആണ് ടൈം മാനേജ്മെൻറ്റ്. എങ്ങനെ റിസർച്ചും ബാക്കിയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ടീച്ചിങ് എല്ലാം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്നുള്ള ആ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഡ്വൈസ് ഒന്നും ഇന്ത്യൻ റിസർച്ചേഴ്സിന് കിട്ടുന്നില്ല. ടൈം മാനേജ്മെൻറ്റ് വളരെ ഒരു ഇഷ്യൂ ആണ്. നല്ല രീതിയിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പലരും റിസർച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നതും കാണാറുണ്ട്. നെക്സ്റ്റ് ഇഷ്യൂ ആണ് ഇൻസഫിഷ്യൻറ്റ് ഇൻട്രാക്ഷൻ. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ റിസർച്ച് ചെയ്യുന്നവരുണ്ട്. അവരും ഈ റിസർച്ച് വർക്ക് യൂസ് ചെയ്യുന്നത് ബിസിനസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഒക്കെയാണ്. ഇവരും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഇല്ല. അതായത് നമ്മൾ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുന്ന റിസർച്ച് യൂണിറ്റ്സും ആ പ്രശ്നത്തിനുള്ള പരിഹാരം എടുത്ത് ഉപയോഗിക്കേണ്ട ബിസിനസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ എന്ത് പറ്റും? ആ ഒരു പരിഹാരം പറഞ്ഞിട്ടുള്ള ആ ഒരു റിസർച്ച് വർക്ക് അത് അലമാരിയിൽ കിടക്കും. അതൊരിക്കലും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടി ആവശ്യമുള്ള ആൾക്കാർ ഉപയോഗിക്കില്ല. സോ ഇൻസഫിഷ്യൻറ്റ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ യൂണിവേഴ്സിറ്റി റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ വൺ സൈഡ് ആൻഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ അതർ സൈഡ്. അത് വലിയൊരു ഇഷ്യൂ ആണ്. നെക്സ്റ്റ്, ഫിയർ ഓഫ് പുവർ കോൺഫിഡൻഷ്യാലിറ്റിയെ പറ്റിയുള്ള പേടി കാരണം മിക്ക ബിസിനസ് അല്ലെങ്കിൽ ആൾക്കാരൊക്കെ കറക്റ്റായിട്ടുള്ള അവരുടെ ഡേറ്റ കൊടുക്കില്ല. കറക്റ്റായിട്ടുള്ള ഡേറ്റ കിട്ടാതെ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസർച്ചും ചെയ്യാൻ പറ്റത്തില്ല. സോ ഫിയർ ഓഫ് പുവർ കോൺഫിഡൻഷ്യാലിറ്റി അത് വലിയൊരു ഇഷ്യൂ ആണ്. ഇന്ത്യൻ റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ചാണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി ഫിയർ. കൃത്യമായിട്ട് ഇത് വേറൊന്നിനും ഉപയോഗിക്കില്ല എന്ന് വാക്ക് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാത്ത ഒരവസ്ഥയാണ്. സോ അതിനൊക്കെ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഓർഡർ വരേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഇഷ്യൂ ആണ് ഡ്യൂപ്ലിക്കേഷൻ.
ഏതൊക്കെ റിസർച്ച് വർക്ക് ആരൊക്കെ ചെയ്യുന്നെന്ന് കൃത്യമായിട്ടുള്ള ഒരു റെക്കോർഡൊന്നും ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു യൂണിവേഴ്സിറ്റിയിൽ, കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരാൾ ചെയ്യുന്ന അതേ ടോപ്പിക് എടുത്ത് MG യൂണിവേഴ്സിറ്റിയിൽ വേറൊരാൾ ചെയ്യും. സോ അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 2 വർഷം മുമ്പ് PhD ടോപ്പിക്ക് കൊടുത്ത അതേ ടോപ്പിക്ക് വീണ്ടും ആൾക്കാർ റിസർച്ചിന് വേണ്ടി എടുക്കും. അത് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കമ്പൈലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. സോ ഡ്യൂപ്ലിക്കേഷനും ഇന്ത്യൻ റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. നെക്സ്റ്റ്, കോഡ് ഓഫ് കണ്ടക്റ്റ്. കൃത്യമായിട്ടുള്ളൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് റിസർച്ചേഴ്സിന് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് ശരിയെന്നുള്ള രീതിയിൽ അങ്ങ് പോവാണ്, അല്ലെങ്കിൽ അവരുടെ ഗൈഡ് ശരിയെന്ന് പറയുന്ന രീതിയിൽ അങ്ങ് പോവാണ്. കൃത്യമായിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റും എത്തിക്കൽ പ്രാക്ടീസസും ഒക്കെ അവർക്ക് അറിയിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ അവർ സത്യസന്ധമായിട്ട് റിസർച്ച് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുള്ളൂ. അങ്ങനെയുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് അറിയാത്തോളത്തോളം കാലം അവർ റിസർച്ചേഴ്സ് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ റിസർച്ചും ഗൈഡും തമ്മിൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ്, ഒരേ കോളേജിലെ 2 റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റും കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ. സോ അങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ 2 കോളേജ് തമ്മിൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ 2 യൂണിവേഴ്സിറ്റി തമ്മിൽ പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ടുള്ളൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂ ആണ് ഇന്ത്യൻ റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്നത് ഡേറ്റ അവൈലബിലിറ്റി ആൻഡ് ആക്സസ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമുക്ക് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡേറ്റ കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോയി അപ്ലൈ ചെയ്ത് കാത്തിരുന്ന് ഒരുപാട് ലീഗൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ്, പേപ്പർ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ അവസാനം റിസർച്ച് നിർത്തിയാൽ മതിയെന്ന് തോന്നുന്ന ഒരു സ്റ്റേജിലേ നമുക്ക് ഡേറ്റ കിട്ടുള്ളൂ. ഇനി അതല്ല, ഓൾറെഡി പണ്ട് ആൾക്കാർ ചെയ്ത് വെച്ചേക്കുന്ന ജേർണൽസ്, ആർട്ടിക്കിൾസൊക്കെ വായിക്കാനുള്ള ആ ഒരു ഡേറ്റ ആണെങ്കിലോ, അത് മിക്ക കോളേജിലും നല്ലൊരു ലൈബ്രറി സിസ്റ്റം കാണില്ല. മിക്ക കോളേജിലും ആ ഒരു ആർട്ടിക്കിളിനൊന്നും നമുക്ക് വായിക്കാൻ, റീഡേഴ്സ് ആക്സസ്, സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്കിത് വായിക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു ആക്സസിബിലിറ്റി കാണില്ല. അതുപോലെ എവിടെ കിട്ടും, എവിടെ തിരഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള ജേർണൽസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് കിട്ടുമെന്നുള്ള ഇൻഫർമേഷനും റിസർച്ചേഴ്സിൻ്റെ. സോ ഡേറ്റ, കറക്റ്റായിട്ടുള്ള ഡേറ്റ ആക്സസ് ചെയ്യുന്നതും ഇന്ത്യൻ റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണ്. സോ ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ റിസർച്ചേഴ്സിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് കൃത്യമായിട്ടുള്ള ഫണ്ട് കിട്ടാത്തത്, അല്ലെങ്കിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള റിസർച്ച് സെൻറ്റർ ഇല്ലാത്തത്, കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടാത്തത്, കൊളാബറേഷനായിട്ട് അതിനൊന്നും വലിയ പ്രൊമോഷന് അല്ലെങ്കിൽ നമുക്ക് ഫോറിനേഴ്സിനെ ഒന്ന് ആക്സസ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കാനൊന്നും അവസരം കിട്ടാത്തത്, അതുപോലെ നല്ല രീതിയിലുള്ള പബ്ലിക്കേഷനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തത്, ടൈം മാനേജ്മെൻറ്റ്, പിന്നെ പോളിസി മേക്കേഴ്സ് റിസർച്ചേഴ്സും തമ്മിൽ നല്ലൊരു ഇൻട്രാക്ഷൻ ഇല്ലാത്തത്, കോൺഫിഡൻഷ്യാലിറ്റി ഫിയർ കാരണം ബിസിനസ്സൊന്നും ഡേറ്റ തരാത്തത്, പിന്നെ ഡ്യൂപ്ലിക്കേഷന്, കൃത്യമായിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് ഇല്ലാത്തത്, പിന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടും ഇന്ത്യൻ റിസർച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.